പുതിയ പ്രോജക്റ്റുകളെല്ലാം കോമൺ ഏരിയ മുഴുവനായിട്ട് ഇൻക്ലൂഡിങ് ലിഫ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് സോളാർ എഞ്ചിനാണ്. ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പുതിയ എനർജി സംവിധാനങ്ങളും പുതിയ നിർമ്മാണ രീതികളെല്ലാം നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും സസ്റ്റൈനബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതുമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അത്തരം ഒരു പ്രോത്സാഹനം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഈ ഓലമേഞ്ഞ വീടുകളിൽ നിന്നും ചാണകം മെഴിയ വീടുകളിൽ നിന്നും ഓടിട്ട വീടുകളിൽ നിന്നും കോൺക്രീറ്റ് വീടുകളിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ വീടുകളിലേക്കായിരിക്കും. ഈ പറഞ്ഞ ലക്ഷം വീടുകളൊന്നും തന്നെ താമസിക്കാൻ കൊള്ളുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ പണിതിട്ട് ഇപ്പോൾ അതിനും പ്രായമായി. സിംഗുലാർ ലിവിങ് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലില്ല എന്നുണ്ടെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല. വളരെ തോട്ട്ഫുള്ളായിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള സീനിയർ ലിവിങ് വീടുകൾ മാത്രമേ നിലനിൽക്കുള്ളൂ, ബാക്കിയെല്ലാം പെയിനായിരിക്കും. സുനിൽ നേരത്തെ സൂചിപ്പിച്ചു സോളാർ എനർജി. അങ്ങനെ ഇപ്പം കേരളത്തിൽ ഇതുവരെ അത് വേണ്ട നിലയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് വളരെ അടുത്ത കാലത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം അപ്പാർട്ട്മെന്റ് ബിൽഡേഴ്സും അല്ലേ, നമ്മളെല്ലാ ബിൽഡിങ്ങുകളുടെയും കോമൺ ഏരിയ സോളാറിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പുതിയ പ്രോജക്റ്റുകളെല്ലാം കോമൺ ഏരിയ മുഴുവനായിട്ട് ഇൻക്ലൂഡിങ് ലിഫ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് സോളാർ എഞ്ചിനാണ്. കാരണം വെച്ചാൽ നമുക്ക് ഈ സോളാർ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ ബാറ്ററി വേണ്ടല്ലോ, നമ്മൾ തിരിച്ച് ഗ്രിഡിലേക്ക് കൊടുക്കുകയല്ലേ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കത് ആക്ച്വലി ഇറ്റ് ഈസ് ഫ്രീ. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കറണ്ട് നമുക്ക് ഫ്രീ ആയിട്ട്, ചില സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് ശരി തന്നെ, അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് സോളാർ പാനലുകൾ ഘടിപ്പിച്ച ബിൽഡിങ്ങുകൾ സ്വന്തം ഉപഭോഗത്തിന് ആവശ്യമായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് ആ കൾച്ചർ ഇറ്റ്സ് ഓൾറെഡി ദേർ. പിന്നെ വന്നു തുടങ്ങി, അതിന് കൂടുതൽ മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വെള്ളം റീസൈക്കിൾ ചെയ്യുന്നു, വെള്ളം റീയൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പോർട്ടബിൾ വാട്ടർ ഡൊമസ്റ്റിക് വാട്ടറെങ്കിലുമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. ചെടി നനയ്ക്കാനും കാറ് കഴുകാനുമായിട്ട് സെപ്റ്റി ടാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിക്കുന്നു. ഇതൊന്നും നമ്മൾ പണ്ട് ചെയ്തിരുന്നില്ലല്ലോ. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വെള്ളത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറത്ത് ഈ പറഞ്ഞ പോലെ സോളാർ എനർജി യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എനർജിയുടെ കാര്യത്തിനകത്താണെങ്കിലും വെള്ളത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും നിർമ്മാണത്തിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും എല്ലാം ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൾച്ചർ വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇൻക്രീസ് ചെയ്യുള്ളൂ, അത് കൂടുള്ളൂ, അതിന് കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ വില കിട്ടുക. അപ്പോൾ നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം സാങ്കേതിക വിദ്യകളും ഇത്തരം കാര്യങ്ങളും ചെയ്യുന്നവർക്ക് ഒരു സോഷ്യൽ പ്രൊട്ടക്ഷനോ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവണം ഗവൺമെൻറ് സൈഡിൽ. കാരണം ഇപ്പോൾ നമ്മൾ ഇത്തരം നിർമ്മാണ രീതികൾ അവലംബിക്കുമ്പോൾ അത്തരം നിർമ്മാതാക്കൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ് ബെനിഫിറ്റോ അത്ര ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവോ ഒക്കെ വരുമ്പോൾ അത് ഉണ്ട്, ചെറിയ ഇൻസെൻറ്റീവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ ഭാവിയെ പറ്റിയൊക്കെ ചർച്ച വേറെ നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പുതിയ എനർജി സംവിധാനങ്ങളും പുതിയ നിർമ്മാണ രീതികളെല്ലാം നമ്മളെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും സസ്റ്റൈനബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതുമാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അത്തരം ഒരു പ്രോത്സാഹനം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഈ ഓലമേഞ്ഞ വീടുകളിൽ നിന്നും ചാണകം മെഴിയ വീടുകളിൽ നിന്നും ഓടിട്ട വീടുകളിൽ നിന്നും കോൺക്രീറ്റ് വീടുകളിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ വീടുകളിലേക്കായിരിക്കും, ഗ്രീൻ ഹൗസുകളിലേക്ക്. ആ സസ്റ്റൈനബിൾ വീടുകൾ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള വലിയ സാധ്യത ഉണ്ട്. അതെപ്പോഴും ഒരു നല്ല എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇത് ആദ്യം അത് വർക്ക് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര ഒരു എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും എക്സ്പോഷറുള്ള കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും നമ്മൾ യാത്ര ചെയ്യുന്നവരും ഒരുപാട് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരും ഒരുപാട് കൾച്ചറുമായിട്ട് ഇടപഴകുന്നവരൊക്കെ ആയതുകൊണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്ത് പെട്ടെന്ന് പോയി ഏറ്റെടുക്കാൻ പറ്റും. ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ ചില കൺസെപ്ച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ പറയുന്ന ഒരാളാണ് സുനിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി, അതായത് യങ്സ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ളതുപോലെ 15-16 വയസ്സ് കഴിഞ്ഞ യങ്സ്റ്റേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള തരത്തിലുള്ളൊരു സാധ്യത കേരളം പോലുള്ളൊരു സ്ഥലത്തുണ്ട്. അവർ ഇപ്പോൾ അച്ഛനും അമ്മയായിട്ട് കേരളത്തിൽ ഇതുണ്ടല്ലോ, ഈ സാധ്യത കേരളത്തിൽ പണ്ടേ ഉണ്ട്, നമ്മളത് കണ്ടില്ലെന്ന് കണ്ടൊക്കെയാണ്. ശരിക്കും ഞാൻ 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വിട്ടുപോയി വേറെ സ്ഥലത്ത് പോയി പഠിക്കുന്നുണ്ട്, അവർ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ നമ്മളൊക്കെ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്കൊരു ത്രില്ലായിരുന്നു. കോമൺ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നതും ഒന്നിച്ച് കളിക്കാൻ പറ്റാന്ന് പറയുന്നതൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പല കുട്ടികളും വേറൊരു റൂംമേറ്റിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ഇതൊരു സോഷ്യൽ ഇഷ്യൂ അല്ലേ? ഈ സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടണ്ടേ? പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് സെക്യൂരിറ്റി ഉണ്ട്, ഒന്ന് സേഫ്റ്റി കാരണങ്ങളുണ്ട്, ഒന്ന് പ്രൈവസി ഉണ്ട്. പലരും റൂം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പലർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള
വൃത്തിയുള്ള ശുചിത്വമുള്ള ടോയ്ലറ്റ് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാരണം അവർ ജനിച്ച് 17 കൊല്ലം ഉപയോഗിച്ചത് അവൻ്റെ സ്വന്തം ടോയ്ലറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് അവനോട് പോയിട്ട് നിങ്ങൾ കോമൺ ബാത്റൂം ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി ട്രബിൾഡ്. അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള അത്തരം സിംഗുലാർ ലിവിങ് സ്പേസുകൾ ആവശ്യമായിട്ട് വരും. അത്തരം സിംഗുലാർ ലിവിങ് സ്പേസുകളാണ് ഞങ്ങൾ സെൽഫി എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ പുറത്തു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ ആയിട്ടൊരു വീട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാനീ പറഞ്ഞത് ഇൻ ജനറലാണ്. അച്ഛനും അമ്മയും മക്കൾക്ക് എല്ലാവർക്കും വീട് പണിത് കൊടുത്ത് റിട്ടയർ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് കേരളത്തിൽ. അതായത് എനിക്ക് 3 മക്കൾക്കും വീട് ഞാൻ തന്നെ പണിത് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അതിന് ഞങ്ങൾ നിരുത്സാഹപ്പെടുന്നില്ല, കാരണം വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ് ആണല്ലോ, അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം സിംഗുലാർ ലിവിങ് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പോൾ അത്തരം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലില്ല എന്നുണ്ടെങ്കിൽ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടില്ല. അതിനാണ് ഞങ്ങൾ സെൽഫി ഉണ്ടാക്കിയത്. അടുത്ത കാറ്റഗറിയിലാണ് അഫോർഡബിൾ ഹൗസിങ് ഞങ്ങൾ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ കാറ്റഗറി കൊണ്ടുവന്നത്. 3ാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, ആർഭാടപൂർണ്ണമായിട്ടുള്ള, ഒപ്പം തന്നെ ഗ്രീൻ മെത്തഡോളജി എല്ലാം ഉപയോഗിക്കപ്പെടുന്ന വീടുകൾ. അതാണ് ഞങ്ങളുടെ എക്സോട്ടിക്ക സീരീസ്. അടുത്ത ഘട്ടം നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ ആവശ്യമാണ് സീനിയർ ലിവിങ്. അതാണ് ഞങ്ങളുടെ യങ് ഹാർട്ട് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈ സീനിയർ ലിവിങ്ങും എക്സോട്ടിക്ക സീരീസിലുള്ള വലിയ ആഡംബര ഭവനങ്ങളും ഒപ്പം തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള വീടുകളും സിംഗുലാർ ലിവിങ്ങും എല്ലാം ചേരുന്നതാണ് ഒരാളുടെ ലൈഫ് സൈക്കിളിൽ അയാൾക്ക് ആവശ്യമായിട്ടുള്ള വീടുകളുടെ ഇതിലിത്രയും വരുമ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ഡാറ്റ കൂടെ ഉണ്ട്. അതായത് ഒരു 10-15 ലക്ഷം വീടുകൾ കേരളത്തിൽ താമസക്കാരില്ലാതെ, വീടുകളുണ്ട്, താമസക്കാരില്ലാതെയുണ്ട്. അതേസമയം ഒരു 2.5-3 ലക്ഷത്തോളം ആൾക്കാർ, അത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിപ്രൈവ്ഡായ സെക്ഷൻസ് എന്ന് പറയുന്ന ആദിവാസികളും ദളിതരും ഒരു മത്സ്യത്തൊഴിലാളികൾ, ഇവർക്കൊന്നും വീടില്ല എന്ന് പറയും. വീടില്ല, ഭൂമിയില്ല എന്ന് പറയുന്നതും ഈ 2 ഡാറ്റ സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ, അല്ലെങ്കിൽ ഭവനത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ചർച്ചകൾ നടക്കുന്നത്. അതൊരു ബിൽഡിങ് എങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? ഈ ലോകത്തെല്ലായിടത്തും ഈ സോഷ്യൽ ഹൗസിങ്, അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ചെറുകിട നാമമാത്രക്കാരായിട്ടുള്ള ആൾക്കാർക്കുള്ള വീടുകളിൽ ചെയ്തു കൊടുക്കുകയും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ഗവൺമെൻറ്റിന് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ തയ്യാറാക്കിയിട്ട് അതിന് തയ്യാറായിട്ടുള്ള പ്രൈവറ്റ് സെഗ്മെൻറ്റ് ഏൽപ്പിക്കണം. അതിനുള്ള കൃത്യമായുള്ള നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോൾ അവിടെ അത് എത്രത്തോളം കേരളത്തിൽ പോലുള്ള സ്ഥലത്ത് ഫലപ്രദമെന്ന് എനിക്കറിയാൻ വേണ്ട. ഈ പറഞ്ഞ ലക്ഷം വീടുകളൊന്നും തന്നെ താമസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയും. അന്നത്തെ കാലഘട്ടത്തിൽ പണിതിട്ട് ഇപ്പോൾ അതിനും പ്രായമായി. അതിനെല്ലാം മാറി. അവിടെയും സ്ഥലത്തിന് വില കൂടി. അവിടെയും ചിലപ്പോൾ പക്ഷേ ഗ്രൂപ്പ് ലിവിങ്ങും മറ്റേ കമ്മ്യൂണിറ്റി ലിവിങ് എല്ലാം വരേണ്ട സമയമായി. അപ്പോൾ ഇതെല്ലാം വെച്ച് കണക്കാക്കിയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. കാരണം നമുക്കത് നടപ്പിലാക്കാനുള്ള പവേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അത് ഗവൺമെൻറ് തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടണം. രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതായത് അടഞ്ഞു കിടക്കുന്ന വീടുകൾ എന്നുള്ള കാര്യം, ഈ ആ ഡാറ്റ എത്രത്തോളം കറക്റ്റാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ വീടുകൾ അടഞ്ഞു കിടക്കുന്നു എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് നോക്കിക്കാണേണ്ട കാര്യമല്ല. എന്തുകൊണ്ടാണ് ആളുകൾ വീടുകളിൽ താമസിക്കാൻ ഇല്ലാതാവുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവമാണ്. അതിവിടെ ജോലിയില്ല, അതുകൊണ്ട് ആളുകൾ പുറത്തു പോകും. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒരാൾക്കൊരു ജോലി സ്വന്തം നാട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ജോലി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. അതിനെ ആണ് നമ്മൾ ഈ പ്രവാസം എന്ന് പറയുന്നത്. അവർ അങ്ങോട്ട് പോവുകയാണ്, അങ്ങോട്ട് വേറെ സ്ഥലത്ത് പോയി അവർ തിരിച്ചു വരില്ല എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടാകും. ഇപ്പോൾ യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് ഒരു അവിടുത്തെ സിറ്റിസനായി മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവർ തിരിച്ചു വരാത്തത്. വേറെ തിരിച്ചു വരേണ്ടി വരും എന്നുള്ള സ്ഥലത്തുള്ള ആൾക്കാർ തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ വീട് കൊണ്ട് വയ്ക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം, ഈ ആഗോളവൽക്കരണമൊക്കെ വന്നതിന് ശേഷം ഈ അതിൻ്റെ കടുത്ത കോമ്പറ്റീഷനിൽ പല രാജ്യങ്ങളും പല നിയമങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UAE പോലും ഗോൾഡൻ വിസയൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏതാണ്ട് തിരിച്ചു വരണ്ട എന്നുള്ള സിറ്റുവേഷൻ ആയി. അപ്പം നാച്ചുറലി അവിടെ അവരെ പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ലൈഫ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വിച്ച് വി ഡോണ്ട് ഹാവ്. നമുക്കതവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് അവരോട് തിരിച്ചു വരണോ എന്ന് പറയാണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ സെക്ടറിനെ എങ്ങനെയാണ് ബാധിക്കുക? അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തിനാണ് ഒരാൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് എന്ന് വെച്ചാൽ അതിന് ഒരുപാട് കാരണമുണ്ട്. എൻ്റെ ഓഫീസ് ഇവിടെ ആയതുകൊണ്ട് മാത്രം ഞാനിവിടെ താമസിക്കുന്നുള്ള ഉത്തരവുണ്ടാവില്ല.
എൻ്റെ ഒരു അനുഭവത്തിനകത്ത് മിൽമ ബൂത്ത് പോലും ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സാധനം അമ്പലങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, പള്ളികൾ സ്വാധീനിക്കുന്നുണ്ട്. ചില പ്രത്യേക ഭാഗക്കാരുടെ പള്ളി ചിലപ്പോൾ എറണാകുളത്ത് ഒരു സ്ഥലത്തുണ്ടാവുള്ളൂ. അപ്പോൾ ദേ ഓൾവേസ് പ്രിഫർ ടു ബി ദെയർ. ഈ മരണവും ജനനവും നമ്മുടെ അമ്പലങ്ങളും പള്ളികളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ ലൊക്കേഷൻ വിട്ടു പോകില്ല. ഈ കേരളത്തിലെ ആൾക്കാർ വളരെയധികം ലൊക്കേഷൻ സെൻട്രിക്കാണ്. അവർ വീട് മേടിക്കുമ്പോൾ ലൊക്കേഷൻ സെൻട്രിക്, അല്ലാത്ത 2-3 സ്ഥലങ്ങളെ കേരളത്തിലുള്ളൂ. അതായത് എല്ലാവർക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ലൊക്കേഷൻ പ്രിഫറൻസ് ഇല്ലാണ്ട് ആൾക്കാർ വാങ്ങിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ കേരളത്തിൽ കഴക്കൂട്ടവും കാക്കനാട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇൻഫോ പാർക്കിൻ്റെ ഇതാണ്. ആ 2 സ്ഥലത്ത് മാത്രമുള്ള ആൾക്കാർ ഒരു ലൊക്കേഷൻ പ്രിഫറൻസ് കൊടുക്കാണ്ട് വന്ന് താമസിക്കുന്നത്. വേറെ നിങ്ങൾ വാഴക്കാലയിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ നിങ്ങളോട് ചെമ്പൂക്കിലുണ്ടോന്ന് ചോദിക്കും. ഇത് തമ്മിൽ 2 കിലോമീറ്റർ ദൂരം വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ ദേ വിൽ ആസ്ക് യു വാഴക്കാലം ഓക്കെ, ചെമ്പൂക്കിലോ പാലാരട്ടത്തുണ്ടോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം അവർ അത്രത്തോളം ലൊക്കേഷൻ സെൻട്രിക് ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ആൾക്കാരെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ പ്ലസ് പോയിന്റ്സ് അവർക്ക് തോന്നണം. അവിടെ പോയാലും എനിക്ക് കൂടുതൽ നല്ലതാണ് എന്ന് തോന്നണം. ഇപ്പോൾ അതൊരു സെഗ്മെൻറ്റിലുള്ളൂ, അത് സീനിയർ ലിവിങ്ങിലാണ്. സീനിയർ ലിവിങ്ങിലെ ആൾക്കാർ ലൊക്കേഷൻ പ്രിഫറൻസ് പറയുന്നില്ല, അവർ നോക്കുന്നത് സർവീസ് മാത്രമാണ്. എങ്ങനെയാണ് ഈ സീനിയർ ലിവിങ് ഇതിൻ്റെ സെക്ടർ ഇപ്പം കേരളത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള? സീനിയർ ലിവിങ് സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് വാസ്തു ശാസ്ത്രമാണ്. 1, ആർക്കിടെക്ചർ തന്നെ വ്യത്യാസമുണ്ട്. 2, അതൊരു പ്യുവർലി സർവീസ് ഓറിയൻറ്റഡാണ്. ഞാനൊരു പറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർത്ത് കൊടുക്കുന്നത് കൊണ്ട് മാത്രം സീനിയർ ലിവിങ് ഫങ്ഷനിലാവില്ല. സീനിയർ ലിവിങ് ഫങ്ഷനിലാവണമെങ്കിൽ അതിന് കൃത്യമായിട്ട് പ്രോസസ് ബേസ്ഡ് ആയിട്ട് സർവീസ് കൊടുക്കാൻ പറ്റിയ പ്രൊഫഷണൽ ഏജൻസികൾ വേണം. അതില്ലാതെ എനിക്ക് ചില രീതികളുണ്ട്, ഞാൻ അങ്ങനെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സീനിയർ ലിവിങ് തുടങ്ങിക്കഴിഞ്ഞാൽ സീനിയർ ലിവിങ് വിൽ ബി എ ബിഗ് ഫെയിലിയർ ഫോർ ദ ബിസിനസ് ആസ് വെൽ ആസ് ഫോർ ദ പീപ്പിൾ ഹു ബൈ ഇറ്റ്. ഈ വാങ്ങിക്കുന്ന ആൾക്കാരും പെട്ടുപോകും. കാരണം അവരെ അസോസിയേഷൻ ഉണ്ടാക്കാനും യൂണിയൻ ഉണ്ടാക്കാനും വന്നേക്കുന്ന ആൾക്കാരല്ല. അവർ സമാധാനമായിട്ട് സന്തോഷമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരു പ്രായമായാളെ സംബന്ധിച്ചുള്ള 2 കൊല്ലം കൊണ്ട് പ്രോജക്റ്റ് തീർത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് തീർത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാനം ബാക്കിയുള്ള 8-10 കൊല്ലം ഉണ്ടാവുള്ളൂ. വലിയ പ്രശ്നമാണത്. അതൊരു ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന വീട് ഇദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ച് മാറുന്ന വീടായിരിക്കണം. ഇതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടുത്തെ ആർക്കിടെക്ചർ വളർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ സീനിയർ ലിവിങ് വീടുകളുടെ പഠനത്തിന് വേണ്ടിയിട്ട് കാനഡയിലും അമേരിക്കയിലൊക്കെ കറങ്ങി നടന്നപ്പോൾ പെർക്കിൻസ് ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റിനെ പരിചയപ്പെടാനുണ്ടായി. അദ്ദേഹത്തിൻ്റെ സീനിയർ ലിവിങ് വീടുകളിൽ ചെന്നപ്പോൾ നമുക്ക് പ്രായമായാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും. അത്രയും കാരണം നമുക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാരിൽ നമുക്ക് മനസ്സിലാക്കാം അവർ അത്രത്തോളം അതിനെ എൻജോയ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊരു 55 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് 4-5 സ്റ്റേജ് കൂടെ കടന്നു പോകുന്നുണ്ട്. അത് മുഴുവൻ സീനിയർ ലിവിങ് അല്ല. അത് ചിലപ്പോൾ ആദ്യം ഒരു എൽഡർ ഫ്രണ്ട്ലി ആയിരിക്കും വീട്, പിന്നെ അത് സീനിയർ ലിവിങ് ആവും, പിന്നെ അത് ഓൾഡ് ഏജ് ഹോം ആവും, പിന്നെ അത് അസിസ്റ്റഡ് ലിവിങ് ആവും. അങ്ങനെ പല പല ഘട്ടത്തിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ സമയത്തൊക്കെ അയാളുടെ വീടിന് അതിനനുസരിച്ച് മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഈ വീട് അങ്ങനെ തന്നെ ആയിരിക്കണം. ഏത് അസിസ്റ്റഡ് ലിവിങ്ങിന് തന്നെ പറ്റാവുന്നൊരു വീടായിരിക്കണം ഇയാൾക്ക് കൊടുക്കുന്ന വീട്. പക്ഷെ ആ വീട് അസിസ്റ്റന്റ് ലിവിങ് ആവുന്ന വേറൊരു സമയത്താണ് മാത്രം. മനസ്സിലായി. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് കിടക്കയിൽ നിന്ന് എഴുതിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ പോയിട്ട് കൂടെ താമസിക്കാനുള്ള ബൈസ്റ്റാൻഡർക്ക് കട്ടിൽ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ യു ഷുഡ് നീഡ് സംതിങ് വിച്ച് ഇസ് റെഡി അവൈലബിൾ അറ്റ് ദാറ്റ് പോയിന്റ്. ചിലപ്പോൾ ഒരു സ്വിച്ചോ ലിവറോ ഇട്ടാൽ ഒരു ബെഡും കൂടെ അടിയുന്നു വല്ലാം. അപ്പം അങ്ങനെ വളരെ തോട്ട്ഫുൾ ആയിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള സീനിയർ ലിവിങ് വീടുകൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയെല്ലാം പെയിനായിരിക്കും. അല്ല, അത് എങ്ങനെയാണ് ഇപ്പം നിങ്ങളത് തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രോജക്റ്റ് വരുന്നു. ഞങ്ങളുടെ പ്രോജക്റ്റ് ആരംഭിക്കാൻ പോകുന്നു. അതിൽ ഞങ്ങൾ തുടങ്ങാൻ ഇത്രയും വയ്യാൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റിയൊരു സർവീസ് പാർട്ണറെ കിട്ടില്ല എന്നുള്ളതാണ്. ഒരു നല്ല സർവീസ് പാർട്ണർ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് അന്വേഷിച്ചപ്പോൾ 1938 ലോകത്ത് ആദ്യമായിട്ട് സീനിയർ ലിവിങ് സംരംഭങ്ങൾ വരുന്നത്. അന്ന് സിയാറ്റിൽ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് കൊളംബിയ പസഫിക്. ഈ കൊളംബിയ പസഫിക് ആണ് ഞങ്ങളുടെ സർവീസ് പാർട്ണർ. ഞങ്ങൾ ഈ കൊളംബിയ പസഫിക്കിനെ കൊണ്ടുവരാനുള്ള കാരണം കൊളംബിയ പസഫിക്കിൻ്റെ പോലെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് സീനിയർ ലിവിങ് സർവീസ് ചെയ്യുന്ന കമ്പനികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ട്. അത് കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല. അപ്പോൾ അത്തരം കമ്പനിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കൊളംബിയ പസഫിക് പൂനെയിലും ബാംഗ്ലൂരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ കേരളത്തിലേക്ക്. ഞങ്ങൾക്കുള്ള സന്തോഷം എന്ന് വെച്ചാൽ സീനിയർ ലിവിങ് വീട് പണിയണോ എന്നുള്ളതല്ല. ഞങ്ങളുടെ സന്തോഷം സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിക്ക് സർവീസ് ചെയ്യാൻ പറ്റിയ വേൾഡ് ക്ലാസ് ഫെസിലിറ്റേറ്ററെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ഈ കൊളംബിയ പസഫിക് പോലുള്ള ഗ്രൂപ്പുകൾ വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ
അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്രോസസ്സുണ്ട്. ഒരു വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്കൊരു നെഞ്ചുവേൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് കെയർടേക്കറും വാച്ച്മാനോട് ഡിസ്കസ് ചെയ്യണമെന്നല്ലോ ചെയ്യേണ്ടത്. അതിനൊരു പ്രോസസ് ഉണ്ടാവണം. ആ പ്രോസസ്സ് കൃത്യമായി അങ്ങനത്തെ അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല. ആ പ്രോസസ്സേ അവിടെ നടക്കുള്ളൂ. അതായത് SOP വളരെ കൃത്യമാണ്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സർവീസ് സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് സീനിയർ ലിവിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അല്ല, ഇതിൽ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ചില പോളിസി ഇനിഷ്യേറ്റീവ്സ് വരേണ്ടതല്ലേ ഇത്തരം സാധനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ? ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷെ നിയമം കൊണ്ടുവരുമ്പോൾ ഇത്തരം രംഗത്ത് പരിചയമുള്ള ഇതെല്ലാം ചെയ്ത് ഇത്തരം പ്രാവർത്തികമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഇത്തരം ഏജൻസികളുടെയൊക്കെ ഇൻപുട്സ് എടുത്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അല്ലാതെ ഒരു ദിവസം ഒരു മേശയുടെ ചുറ്റും 4 പേരുന്നൊരു സീനിയർ ലിവിങ് നിയമം കൊണ്ട് എഴുതിയുണ്ടായി കഴിഞ്ഞാൽ അതൊന്നും ഫങ്ഷനിങ് ആവില്ല. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ എല്ലാത്തിലും നമ്മളൊരു കേരളീയത കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പൊ അതൊന്നും വർക്ക് ചെയ്യില്ല. അത് ആർക്കിടെക്ചറിലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല, മറ്റേ ഫംഗ്ഷനിലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതിനൊക്കെ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. ആ മോഡൽസ് തന്നെ വർക്ക് ചെയ്യുള്ളൂ. അപ്പം ഞങ്ങളുടെ സീനിയർ ലിവിങ് റൂം അല്ലെങ്കിൽ സീനിയർ ലിവിങ് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ബേസ്ഡ് ഡിസൈൻ ഒന്നുമല്ല, ഒരു സ്ക്വയർ ഇഞ്ച് ഡിസൈനാണ്. 1 ഇഞ്ച് പോലും സ്ഥലം കളയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എക്കണോമി വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ലിക്വിഡിറ്റി, ക്യാഷ് കയ്യിലുള്ളത് മുഴുവൻ എടുത്ത് ചിലവാക്കിയിട്ടൊന്നും ആർക്കും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വളരെ കോഷ്യസ് ആയിരിക്കും മേടിക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡിസൈൻ അല്ലാന്നുണ്ടെങ്കിൽ യു ലൂസ് മണി. ആവശ്യമില്ലാത്ത സ്പേസ് മേടിച്ചുള്ള സ്ഥലം കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരുപാട് പേര് ലീസ് മോഡലിൽ താല്പര്യപ്പെടുന്നവരായിരിക്കും, ഒരുപാട് പേര് റിവേഴ്സ് മോർഗേജിലൂടെ ലോൺ കണ്ടെത്താൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ അതിനുള്ള നിയമങ്ങളൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഒരു എൻവയോൺമെന്റ്, ഇത്തരം ഒരു സീനിയർ ലിവിങ് പ്രോജക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻവയോൺമെന്റ്, അതിന് കണ്ടൂസീവ് ആയിട്ടുള്ള നിയമങ്ങളും എല്ലാം കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് സാധിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നോട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ സീനിയർ ലിവിങ് പലരും ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്നുള്ളത്. പക്ഷേ ഇത് ഇപ്പം ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പം ബുക്ക് ചെയ്യുന്നു, ഞാനൊരു 20 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ആൾ ഇത് നടത്താനുണ്ടാകുമോ, ഇത് വേറൊരാൾ പോയി കഴിഞ്ഞോ, ഈ പ്രോമിസ് ചെയ്ത സൗകര്യങ്ങൾ ഉണ്ടാകുമോ, ഇതെനിക്കൊരു ഗ്യാരണ്ടിയും ഇല്ല, എനിക്ക് ഒരു ലീഗൽ ബാക്കപ്പും ഇല്ല. ഇത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ വരും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾക്കപ്പുറത്ത് ഇതിന്റെ ഒരു സർവീസ് പാർട്ട് ഉണ്ടല്ലോ. അതിനാര് ഗ്യാരണ്ടി ചെയ്യും? അതാണ് പറഞ്ഞത്, സർവീസ് അപ്പൊ അത് നമുക്കൊരു ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ കാരണം നമ്മൾ ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യണം. അതിൽ അടുത്തുള്ള ആളല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ സീനിയർ ലിവിങ് വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യേണ്ടതും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള കമ്മോഡിറ്റിയാണ്. അവിടെ നോക്കുന്നത് ബിൽഡറുടെ ക്രെഡിബിലിറ്റിക്ക് അപ്പുറത്ത് ആരാണ് അതിൻ്റെ സർവീസ് പാർട്ട്ണർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം ഒരു സർവീസ് പാർട്ട്ണർ കൃത്യമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ബി പ്രോബ്ലംസ്. ഒരു സംശയക്കാരെന്ന് വിചാരിക്കേണ്ട, അത് കൂടുതൽ പെയിൻഫുൾ ആവും ഈ മേടിച്ച ആൾക്ക്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ കൺവെർസേഷൻ്റെ അവസാനം വരുമ്പോഴത്തേക്കും ഇത് ഏറ്റവും വലിയ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പൊതുവേ ഒരു ട്രാൻസിഷനിലാണ്. ഇൻഫാക്റ്റ് ഇപ്പം ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. അപ്പാർട്ട്മെൻറ്റുകളായാലും ശരി തന്നെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നത് വളരെ കുറവാണ്. എന്താണ് സുനിലിൻ്റെ ഒരു അഭിപ്രായം? എങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം? അല്ല, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് മാന്ദ്യമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നല്ല ബ്രാൻഡുകൾക്ക് ഒരു മാന്ദ്യമില്ല. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കാര്യം, കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ഫ്ലാറ്റോ ഒരു വീടോ മേടിക്കണമെങ്കിൽ എന്തായാലും ഞങ്ങളത് ചോദിച്ചിരിക്കും. ഞങ്ങളുടെ ഇത് മേടിക്കുന്ന ഞാൻ പറയുന്നില്ല, മേടിക്കുന്നത് പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പരിചയക്കാരുടെ അടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്താണുള്ള ലൊക്കേഷൻ വെച്ച് മേടിക്കാം, കോസ്റ്റ് വെച്ച് മേടിക്കാം, പല കാരണങ്ങളോട് മേടിക്കാം. പക്ഷേ എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പും ഞങ്ങളെ കൂടി കേട്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം ഞങ്ങളുടെ കൺവേർഷൻ റേറ്റ് വളരെ കുറവാണ്. ശരി. അതായത് ഒരു 100 പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ട് ചില 3-4 പേരെ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ 5-6 പേരെ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കി ആൾക്കാർ ഞങ്ങളുടെ നിന്ന് മേടിക്കാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റുള്ള ആൾക്കാരുടെ നിന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ബാക്കി 90 പേർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കൊടുക്കാനില്ലാതുണ്ടാവും. അവരുടെ ബഡ്ജറ്റ് സൂട്ടാവുണ്ടാവില്ല, അവരുടെ ലൊക്കേഷൻ സൂട്ടാവുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ടൈപ്പ് ഉണ്ടാവില്ല, ഏരിയ ഉണ്ടാവില്ല, പല കാരണങ്ങൾ കൊണ്ട് മേടിക്കാത്താവും. അപ്പോൾ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അങ്ങനത്തെ ഒരു മാന്ദ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിർമ്മാണ മേഖല എന്നുള്ള തോന്നൽ എന്തുകൊണ്ടും ആൾക്കാരുടെ ഇടയിൽ ഇല്ല.
അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും ഈ ഷോർട്ട് ടൈം ഗെയിൻ വേണ്ടി വന്ന ആൾക്കാരാണ്. പൈസ ഇട്ട് പണി കഴിയുമ്പോഴത്തേക്കും മറച്ചു വെക്കണം, അത് ഒന്നും പോസിബിളായിട്ട് കാര്യമല്ല. കുറച്ചാൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അതിന് നല്ല റിട്ടേണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല ഈസ് ആക്ച്വലി ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ഫോർ എൻഡ് യൂസേഴ്സ്. ഒരു മാർക്കറ്റ് കറക്ഷൻ, നമ്മുടെ മാർക്കറ്റ് വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനത് പറയാം, എൻഡ് യൂസേഴ്സ് ആണ് അപ്പോൾ പരമാവധി മേടിക്കുന്ന ആൾക്കാർ, അല്ലാതെ സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റർ അല്ല. അപ്പോൾ എൻഡ് യൂസർ എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം, എൻഡ് യൂസർ ഇവിടെ ഇല്ല. ഓക്കെ, എൻഡ് യൂസർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സ്ഥാപനങ്ങൾ വരണം, നല്ല ഫാക്ടറികൾ വരണം, നല്ല വ്യവസായങ്ങൾ വരണം, നല്ല ജോലി വരണം, നല്ല സർവീസ് സെഗ്മെൻറ്റുള്ള കാര്യങ്ങൾ വരണം. അപ്പോൾ എന്ത് പറ്റും, ഇവിടെ തന്നെ വീട് വേണ്ടവരും ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് നേരെ ദുബായിലേക്ക് ഓടണ്ട നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കാരോട് വേണ്ടി ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏതെങ്കിലും ബിൽഡർ ഒരു ഗൾഫ് പര്യടനത്തിന് വേണ്ടി പോകുന്നില്ല. അവരവിടെ സൈറ്റിലൊരു ബോർഡ് വയ്ക്കും, ആൾക്കാർ അവിടെ വന്നു മേടിക്കാൻ. വാക്കിൻ കസ്റ്റമറാണ് മിക്ക ബിൽഡർമാരുടെയും ഓഫീസുകൾ, മാർക്കറ്റിംഗ് സെയിൽസ് ഓഫീസുകൾ സൈറ്റിലാണ്. ഇവിടെ നമ്മൾ MG റോഡിൽ പോയി ഒരു പ്രോജക്റ്റ് വാങ്ങി വെച്ചിട്ട് ബോർഡ് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരാളും വരില്ല അവിടേക്ക്. ആരോടൊന്നും സൈറ്റിലൊന്നും വാക്കിൻ ചെയ്ത് മേടിക്കാനായിട്ട് എൻ്റെ അനുഭവത്തിലില്ല. വരുമായിരിക്കും, വളരെ കുറച്ച് വരുമായിരിക്കും, പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് ഫ്ലാറ്റ് വിട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ അന്വേഷിച്ചു പോകും. ശരിയല്ലേ? അതെ അതെ അതെ. നല്ലൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആൾക്കാർ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ഒരു ഇതുണ്ടാവണം, എന്താ പറയുക, ഒരു വ്യവസായവൽക്കരണവും ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ജോലികളും ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സമൂഹമൊക്കെ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഇത്രയും മാളുകൾ പണിത് വയ്ക്കുമ്പോൾ ഈ മാളുകളിലെ ഫുഡ് ഫോളേ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ ആക്ച്വലി എത്ര ക്യാഷ് ഫ്ലോ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. ക്യാഷ് ഫ്ലോ നമ്മൾ പറയുന്നില്ല. അത് പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് കാഴ്ചക്കാരാണ്. അതായത് അതിലൂടെ കിടക്കുന്നു, അവർ സിനിമ കൊണ്ട് തിരിച്ചു പോകുന്നു. വേറെ ഒരു സ്പെൻഡിങ് പോലുള്ള കമ്മ്യൂണിറ്റിയിലാണ് ഒരു മാടെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി നല്ല സെയിൽ വരും, സ്പെൻഡ് വരും, ക്യാഷ് ഫ്ലോ വരും. അപ്പോൾ അത് കേരളത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കാരണം. അപ്പോൾ ഇതിൽ ഇപ്പം വേറൊന്നും കൂടെ പറയുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ മൈഗ്രേഷൻ. അപ്പോൾ ആ ഒരു ജനറേഷൻ, അതായത് ഒരു 25, 35 ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും മൈഗ്രേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ പറവൂരൊക്കെ പഠിക്കുമ്പോൾ എറണാകുളത്ത് തന്നെ എന്നുള്ള വലിയ പ്രചോദനം, എറണാകുളത്തേക്ക് പോകണം, എറണാകുളത്ത് പോയി അത് അങ്ങനെയാണ് ഒരു പ്രചോദനമാണത്. പക്ഷെ ഇന്ന് എത്ര പേര് കേരളത്തിൽ എറണാകുളത്തേക്ക് വരുമെന്ന് പറയണ്ടാവും. കുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ചിട്ടും അവരുടെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം കേരളം അവരെ പ്രചോദിപ്പിക്കുന്നില്ല. അതിന് കാരണം നമ്മളൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഇവിടുത്തെ സാമൂഹിക നേതൃത്വവും അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസിയും ഒന്നും തന്നെ ഇവിടെ നിന്ന് അധ്വാനിക്കാനും ഇവിടെ ഒരു നല്ല സ്ഥലമാണെന്ന് തോന്നിപ്പിക്കാനും വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് ഇൻസ്പയർ ചെയ്യുന്നില്ല, ഒട്ടും ഇൻസ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ പോവും. അവരോട് പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർ പോവും. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അത് നമ്മളിപ്പോൾ എന്നിട്ട് കണക്കുകൾ പറയുകയാണ്. ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയതിനെക്കാട്ടിലും 11 പേര് കുറവാണ് കേരളത്തിൽ നിന്ന് പോയെന്നൊക്കെ പ്രഖ്യാപനം ഞാൻ കേട്ടു. അതിലൊക്കെ എന്തർത്ഥമുണ്ട്? ഒരർത്ഥമില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഞാൻ പറയണു, നമുക്ക് ഈ കിടായി പോലുള്ള സംഘടനകളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആൾക്കാർ എക്സ്പാട്രിയേറ്റ്സ് ആയതിനു ശേഷം അവരുടെ നാട്ടിലേക്ക് തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്യുന്നതും അവർ വ്യവസായങ്ങൾ തുടങ്ങുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒരാളും ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ തന്നെ കാരണം വെച്ചാൽ അതിൻ്റെ സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ഒരു പരിധിവരെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുമുണ്ട്. പക്ഷെ ആ മാറ്റത്തിനൊന്നും വേഗത പോരാ. കാരണം നമ്മൾ പുറകിലേക്ക് പോകും. ഈ ചില സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, ചില ഗ്രാമങ്ങളിൽ ഒരാളും ഇല്ലാണ്ടായി പോയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൻ്റെ തെക്ക് ഭാഗം, മധ്യ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ റിസൈഡിങ്, ശരിക്കും പറഞ്ഞാൽ ലോ ലെവൽ ഇൻകമുള്ള ആൾക്കാരും അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരും ഒപ്പം തന്നെ പൈസ കൊണ്ട് ആവശ്യമൊന്നുമില്ലാതെ വളരെ പ്രായമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർ സ്പെൻഡ് ചെയ്യുന്നില്ല. വേറെ അവിടുത്തെ സ്പെൻഡിങ് പവറും യൂത്തും എല്ലാം പുറത്തേക്ക് പോയി. അപ്പോൾ ആ ഒരു സാമൂഹിക യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അവരെ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അവർ തിരിച്ചുകൊണ്ടെങ്കിൽ അതിന് ഒപ്പമുള്ള ഫെസിലിറ്റീസ് ഇവിടെ കിട്ടണം. അതവിടെ കിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ നിൽക്കാനായിട്ടും ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വം. ഒരു കാര്യം കൂടെ ചുണ്ടിലെടുത്ത് ചോദിച്ചിട്ട് നമുക്ക്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇതായിട്ട് പറയുന്ന ഒരു ബിസിനസ് കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നുള്ളതാണ്.
അപ്പം അവിടെ ഒരു ബിസിനസ് 30 കൊല്ലമായിട്ട് കൊണ്ട് നടക്കുകയാണ്. എന്ന് മാത്രമല്ല ഏറ്റവും വലിയ ഒരു ഏരിയയാണ് കൺസ്ട്രക്ഷൻ, എല്ലാത്തരം നൂലാമാലകളും ഉള്ളത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? കേരളം അങ്ങനത്തെ ഒരു സ്ഥലമാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അതൊരു പെർസെപ്ഷനാണ്, അങ്ങനെ എടുക്കാം. കേരളം ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണെന്നുള്ളൊരു പെർസെപ്ഷൻ. ആ പെർസെപ്ഷൻ കുറെ പേര് ബൈ ചെയ്യും, കുറെ പേര് അത് ബൈ ചെയ്യണമെന്നില്ല. ഇല്ല. വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, അതായത് ഏത് സംരംഭം വിജയിക്കണമെങ്കിലും കേരളത്തിൽ തന്നെ ലോകത്ത് എവിടെയാണെങ്കിലും അതിനടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ സംരംഭകനും ആ സംരംഭത്തിനും ഉണ്ടാവണം. ഓക്കെ. നമുക്ക് പറയാം, കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം, ദൃഢനിശ്ചയമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഇന്നവേറ്റീവ് ആയിരിക്കണം, ബേസിക് വിഷൻ ഉണ്ടാവണം. ഈ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെല്ലാ സംരംഭകർക്കും ഉണ്ടാവണം നമ്മൾ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്തരം ട്രെയിനിങ്ങുകളൊന്നും ഇല്ലാതെ അതൊന്നും ഇല്ലല്ലോ ഇവിടെ. നമ്മൾ സംരംഭകത്വം അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള വാക്ക് കോളേജ് പഠിപ്പൊക്കെ കേട്ടല്ലോ ഞാനൊന്നും. ഇപ്പം ഉണ്ടായിരിക്കും. അപ്പം അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ സംരംഭകരില്ലാണ്ടായി പോലും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. മാത്രമല്ല പെർസെപ്ഷൻ, ആൾക്കാർ ബൈ ചെയ്ത പെർസെപ്ഷനും നെഗറ്റീവാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ സമയത്ത് വന്ന സിനിമയാണ് വരവേൽപ്പ്. ഈ വരവേൽപ്പിൽ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രമാണ്. മോഹൻലാൽ പരാജിതനാവുകയാണ്. അപ്പോൾ നമ്മളെന്താ കാണുന്നത്? മോഹൻലാൽ പരാജയപ്പെടാൻ പാടില്ല ആണല്ലോ. അതുകൊണ്ട് നമ്മളെന്ത് പറഞ്ഞു? മോഹൻലാലിനെ പരാജയപ്പെടുത്തിയതാണ് ആര്? ഇവിടുത്തെ ബ്യൂറോക്രസി, ഇവിടുത്തെ ട്രേഡ് യൂണിയനും ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാവരോടും ചേർന്ന് മോഹൻലാലിൻ്റെ സംരംഭത്തെ പരാജയപ്പെടുത്തി എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട്. പക്ഷെ എനിക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ സത്യൻ അന്തിക്കാട് പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ക്യാരക്ടർ, മോഹൻലാൽ അവതരിപ്പിച്ച ക്യാരക്ടർ ഈ പറഞ്ഞത് ദൃഢനിശ്ചയവും ഇല്ല, ഇന്നവേഷവും ഇല്ല, കഠിനാധ്വാനവും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾ ഫെയിൽ ആവുന്നതായിരിക്കും ചിലപ്പോൾ പക്ഷേ സത്യൻ അന്തിക്കാട് പറയാൻ ശ്രമിച്ചത്. നമ്മൾ മനസ്സിലാക്കിയത് അതിനെ നേരെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ വിജയിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും വിജയിച്ചു എന്ന് ഞാനിപ്പോഴും ക്ലെയിം ചെയ്യണമെന്നില്ല. കാരണം നമ്മളൊക്കെ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി എന്താ പറയുക ഫൈറ്റുണ്ട്. ആ ഫൈറ്റിലൂടെ നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ എന്നാൽ അങ്ങനെ അല്ലാണ്ട് വളരെ വിജയിച്ച സംരംഭങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഈ വിജയിച്ച സംരംഭകരെല്ലാവരും നിങ്ങൾ നോക്കിയോളൂ, അവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ക്യാരക്ടറും ഈ പറഞ്ഞ പൊതു സ്വഭാവമുള്ളവരൊക്കെ ആയിരിക്കും. അവർ വിജയിച്ചിട്ടുണ്ട്. അല്ലാത്തവരാണ് പരാജയപ്പെട്ടേക്കുന്നതും. അത്തരം കഥകളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ജനറലി നമ്മുടെ സമൂഹത്തിന് ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് മുകളിൽ അത്തരം ഒരു മാർക്ക് വീണുപോയി. അത് മാറ്റിയെടുക്കാനുള്ള അത്ര എളുപ്പമല്ല. കാരണം അതുമാണ് മാറ്റിയെടുക്കാനായിട്ട് പലപ്പോഴും ഗവൺമെൻറ്റൊക്കെ ശ്രമിക്കുമ്പോഴും ഇടയ്ക്ക് വീണ്ടും ഒരു സാധനം വരും. പിന്നെ അത് മതി കുറേ നാളത്തേക്ക്. പിന്നെ അപ്പം നമ്മൾ മീഡിയ കുറ്റം പറയും. മീഡിയ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വെച്ചാൽ മീഡിയയുടെ ജോലിയാണെന്ന് വിചാരിച്ചാൽ മതി. മീഡിയ നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ലോകത്തായി പോകും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഇവിടെയുള്ള പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഇതിൻ്റെ എല്ലാ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്നിടത്താണ് മിടുക്ക്. എനിക്ക് പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ ഇവിടെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടാതെ പുറത്തേക്ക് പോകുന്നതിനുള്ള കൺസേണാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കാരണം ഇവിടെ ജോലി മാത്രം പോരാ, ഇവിടെ ജോലി കൊടുക്കാനുള്ള സംരംഭങ്ങളും വേണം. അത്തരം സംരംഭങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ ചിലപ്പോൾ പിടിച്ചേക്കാൻ നോക്കിയിട്ടില്ല. മറ്റേ നമ്മുടെ ഇപ്പോൾ ഈ IT സെക്ടറിലൊക്കെ കമ്പാരിറ്റീവ്ലി കുറേ പുതിയ സ്ഥാപനങ്ങളും എല്ലാം വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ നിലയിലുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ് അതിന് വേണ്ടെന്നേ. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ചിത്രം മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബിൽഗേറ്റ്സ് മതിയാവും, ഒരാൾ മതിയാവും, ചിലപ്പോൾ ഒരു ഇന്നോവേഷൻ മതിയായിരിക്കും. പക്ഷെ അങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റ് ജോലി. അങ്ങനെ ആൾക്കാർക്ക് ആലോചിക്കാൻ തോന്നണ്ടേ? ഇപ്പൊ ആൾക്കാർ അത് ആലോചിക്കാതെ ആപ്പിൾ പറയാനായാലും കുഴപ്പമില്ല, കാനഡയ്ക്ക് പോകുന്ന തീരുമാനിച്ച് എന്ത് ചെയ്യും? ആൾക്കാർക്ക് ഇവിടെ അത്തരം കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും പ്രാവർത്തികമാക്കാനും വിജയിപ്പിക്കാനും ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ എന്ന് തോന്നുന്ന സമയത്താണ് ആൾക്കാർക്ക് അങ്ങനെ തോന്നുക. അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉത്തരവാദിത്വം. അത്തരം ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കപ്പെടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ചിലപ്പോൾ കേരളം പെട്ടെന്ന് രക്ഷപ്പെടും. കാരണം അതിനുള്ള കഴിവ് നമുക്കുണ്ട്. ഈ അടുത്ത നെക്സ്റ്റ് 10-15 ഇയേഴ്സ് മുന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്നാണ്? അല്ല, മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാവാൻ സാധ്യത. ഗ്രീൻ ഒരു സംശയം കരുതുന്നില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നില്ലേ, 1 മണിക്കൂറിൽ പെയ്യുന്ന മഴയുടെ വോള്യം എന്ന് പറയുന്നത് പണ്ട് ഒരു ദിവസം പെയ്യുന്ന മഴയുടെ വോള്യമാണ്. അപ്പം നമ്മളുണ്ടാക്കിയ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണതെല്ലാം. പിന്നെ മറ്റേ പല സ്ഥലങ്ങളിലും വരുന്ന ഫ്ലഡ്, പലപ്പോഴും ഉണ്ടാകുന്ന അതിതാപനം, ഇതെല്ലാം
നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഘടകങ്ങളുണ്ട്. അപ്പോൾ നാച്ചുറലി അതിനോടുള്ള ചെറിയ നമ്മളിതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു ബിൽഡർക്കൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാണ്ട് അതിലേക്ക് നമ്മൾ വയ്ക്കുന്ന ഒരു ചെറിയൊരു അഭിപ്രായം അല്ലെങ്കിൽ ചെറിയൊരു ചുവടുവയ്പ് അതിനെ വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരം ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നൊരു മാറ്റവും. പിന്നെ റെഗുലേറ്ററി സൈഡിൽ നിന്ന് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ വന്നുകൊണ്ടും വളരെ കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങൾ വന്നുകൊണ്ടും പ്രോജക്റ്റുകളിലെ വിശ്വാസ്യതയും പ്രോജക്റ്റുകളുടെ കംപ്ലീഷനും എല്ലാം ഏതാണ്ട് ഉറപ്പുവരുത്തിപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വലിയ വലിയ ചൂട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ ഒട്ടാകെ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് എന്ന് തോന്നുന്ന ഒരു തിയറി സ്പ്രെഡ് ചെയ്യപ്പെടണം. ഈ കേരളത്തിൽ വേറൊരു കാര്യം പറഞ്ഞത് ഈ ഭൂമിയുടെ വിലയാണല്ലോ. ഭൂമിയുടെ വിലയിൽ എന്തെങ്കിലും കറക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിലയൊന്നും പറയാൻ പാടില്ല. എങ്ങനെ വില പറയും? നമുക്ക് ഇനിയും നമുക്ക് സ്ഥലത്തിൻ്റെ ദൗർലഭ്യമുണ്ട്, വലിയ ദൗർലഭ്യമുണ്ട് കേരളത്തിൽ. കാരണം നമ്മൾ ഈ CRZ മേഖലയാണ് നമ്മുടെ തീരദേശ മേഖല. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ മലമ്പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ മുഴുവൻ നമ്മളുടെ പരിസ്ഥിതി പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. പിന്നെ നമുക്കുള്ള ഈ ഇടനാടും അതിനിടയ്ക്കുള്ള ഈ പുഴകളും ഈ കായലുകളും എല്ലാം കിടന്നിട്ട് നമുക്ക് വളരെ കുറച്ച് സ്ഥലമുള്ളൂ നമുക്ക് ശരിക്കും ചെയ്യാനായിട്ട്. പിന്നെ റോഡുകളുടെ വീതിയില്ലായ്മയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൺസ്ട്രക്റ്റബിൾ ആയിട്ടുള്ള ലാൻഡ് വളരെ കുറവുള്ള സ്ഥലം തന്നെയാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ ലിവിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗ്രീനറിയും ഉള്ള മണ്ണും നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ വളരെ നന്ദി സുനിൽ. നമുക്ക് ഇനിയും വീണ്ടും ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കാണാം. വളരെ നന്ദി. താങ്ക് യു.